നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ചെയ്യാവുന്നതിന്റെ പരമാവധി ചെയ്തുവെന്നാണ് ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ പറയുന്നത്. വിഷയത്തിൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ നടത്തിയ ഇടപെടൽ ശ്ലാഘനീയമാണ്. ബി.ജെ.പിയിൽ പ്രശ്നങ്ങളുണ്ട് എന്നത് ചില മാധ്യമങ്ങളുടെ സൃഷ്ടി മാത്രം. ഭാരതാംബ വിവാദങ്ങൾക്ക് പിന്നിൽ ചരിത്രം അറിയാത്തവരാണെന്നും സർക്കാരിന് ഓശാര പാടുന്നയാളായി ഗവർണർക്കിരിക്കാനാകില്ലെന്നും ഹലോ മലയാളം ലീഡേഴ്സ് മോർണിംഗിൽ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് ബി.ജെ.പി. തുടക്കം മുതൽ ഇടപെടുന്നുണ്ടെന്ന് ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ. ഇതിൽ കേന്ദ്രത്തിന് കാലതാമസം വന്നിട്ടില്ല. കാന്തപുരത്തിന്റെ ഇടപെടൽ ശ്ലാഘനീയം. അദ്ദേഹത്തിന് നന്ദിയെന്നും ഹലോ മലയാളം ലീഡേഴ്സ് മോർണിംഗിൽ ശോഭാ സുരേന്ദ്രൻ. ഒരു കാര്യം നമുക്ക് ശ്ലാഘനീയമാണ്. കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറിയിക്കേണ്ട സമയത്ത് അറിയിക്കുകയും കേന്ദ്ര ഗവൺമെന്റ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നീക്കുപോക്കുകളെല്ലാം നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതിനൊരു പോസിറ്റീവ് റിയാക്ഷൻ എന്നുള്ള രീതിയിൽ നമ്മുടെ പ്രിയപ്പെട്ട കാന്തപുരം മുസ്ലിയാറിന് രംഗപ്രവേശം ചെയ്യാൻ സാധിച്ചു. അത് വളരെ സന്തോഷത്തോടു കൂടിയിട്ടും അദ്ദേഹത്തിന് വളരെ ഹൃദയപൂർവ്വം നന്ദിയും അറിയിച്ചുകൊണ്ടാണ് ഞാൻ ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും ഇരിക്കുന്നത്. ബി.ജെ.പിക്കുള്ളിൽ പ്രശ്നങ്ങളുണ്ടെന്ന് ചില മാധ്യമങ്ങൾ ബോധപൂർവം പ്രചരിപ്പിക്കുന്നു. മുൻ സംസ്ഥാന അധ്യക്ഷന്മാരുൾപ്പെടെയുള്ളവർ കോർ കമ്മിറ്റിയിലിരുന്ന് ചർച്ചകൾ നടത്തിയാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. അഖിലിന്റെ നേതൃത്വം അറിഞ്ഞുകൊണ്ട് മാത്രമേ സംസ്ഥാന ബി.ജെ.പി. തീരുമാനങ്ങൾ എടുക്കുകയുള്ളൂ എന്നും ശോഭാ സുരേന്ദ്രൻ. ഭാരതീയ ജനതാ പാർട്ടിയിൽ ഒരാൾ പുതുതായി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വന്നു എന്നതിനർത്ഥം കഴിഞ്ഞ കാല പ്രസിഡന്റുമാരെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതേ അല്ല. ഒരു ടീം എന്ന് പറയുന്നത് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ജനറൽ സെക്രട്ടറി ആയിട്ട് ഇരിക്കുന്നു എന്നുള്ളത് കൊണ്ട് പ്രസിഡന്റും ജനറൽ സെക്രട്ടറിമാരും മാത്രം ചേർന്നതല്ല ടീം. ബി.ജെ.പി. ജനാധിപത്യ പാർട്ടിയാണ്. പലരുടെയും എല്ലാ ആഗ്രഹങ്ങളും നടന്നു എന്ന് വരില്ല. ബി.ജെ.പി. ഇരുമ്പുമറയിട്ട പ്രസ്ഥാനമല്ലെന്നും ഇത് സ്വേച്ഛാധിപത്യ പാർട്ടിയല്ലെന്നും ശോഭ. ഞങ്ങളുടെ പാർട്ടി ഒരു ഒരു ഇരുമ്പ് മറയിട്ട പ്രസ്ഥാനമല്ല. ഞങ്ങളത് ചർച്ച ചെയ്യും. അതിനകത്ത് മനുഷ്യ സഹജമായ രീതിയിൽ ധാരാളം തീവ്രമായിട്ടുള്ള ചർച്ചകളും ഒക്കെ ഉണ്ടാകും. ഇതൊരു സ്വേച്ഛാധിപത്യ പാർട്ടിയല്ല. ഭാരതാംബ വിവാദം ഉണ്ടാക്കുന്നത് ചരിത്രമറിയാത്തവർ. സർവകലാശാലകളെ കലാപഭൂമിയാക്കുന്നു. സർക്കാരിന് ഓശാന പാടുന്നയാളായി ഗവർണർക്കിരിക്കാനാകില്ലെന്നും ഹലോ മലയാളം ലീഡേഴ്സ് മോർണിംഗിൽ ശോഭാ സുരേന്ദ്രൻ. ഇവർ ആഗ്രഹിക്കുന്നത് എന്താണ്? മുഖ്യമന്ത്രിക്ക് ഓശാന പാടുന്ന ഒരു ഗവർണറായിട്ട് ഗവർണർക്ക് ഇരിക്കാൻ സാധിക്കില്ല. ഗവർണർക്ക് ഗവർണറുടേതായിട്ടുള്ള തീരുമാനമുണ്ടാകും. ആ തീരുമാനം അദ്ദേഹമാണ് ഭരണഘടനയെ നിലനിർത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ തീരുമാനങ്ങളിലൂടെ കടന്നുപോകും. ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം.